നമസ്കാരം മലയാളത്തിലേക്ക് സ്വാഗതം. ഒരു നല്ല ഓഹരി കണ്ടെത്തുന്നത് പോലെയോ അതിലപ്പുറമോ പ്രധാനമാണ് ആ ഓഹരി ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. ഒരു മികച്ച പോർട്ട്ഫോളിയോ കെട്ടിപ്പടുക്കുന്നതിന് ആദ്യം സെക്ടർ അനാലിസിസ് നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന കമ്പനി ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നത് ആ കമ്പനിയുടെ ഭാവി വളർച്ചയെ നിർണായകമായി സ്വാധീനിക്കുന്നു. കാരണം ഒരു മേഖലയിലെ എല്ലാ കമ്പനികളും ഒരുപോലെ വളരണമെന്നില്ല. സെക്ടർ അനാലിസിസ് വഴി ആ മേഖലയിലെ ഏറ്റവും കരുത്തുറ്റ കമ്പനികളെ കണ്ടെത്താൻ എളുപ്പമാണ്. നമുക്കിന്ന് ഫാർമ സെക്ടറിന്റെ സാധ്യത എന്ന് വിലയിരുത്താം. ഫാർമ സെക്ടറിലെ കമ്പനികളെ പഠിക്കുമ്പോൾ എന്തൊക്കെ പാരാമീറ്ററുകൾ നോക്കേണ്ടത് എന്നും നോക്കാം. ഒപ്പം ഈ മേഖലയിൽ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒരു ഓഹരിയുടെ കേസ് സ്റ്റഡി കൂടി ബോണസ് ടിപ്പായി നൽകുന്നതാണ്. ആദ്യം സെക്ടറിന്റെ പോസിറ്റീവ് പോയിന്റ്സ് മനസ്സിലാക്കാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഔഷധ നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ലോകമെമ്പാടുമുള്ള 20% ജനറിക് മരുന്നുകൾ ഇന്ത്യയിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ വാക്സിൻ ആവശ്യകതയുടെ വലിയൊരു ഭാഗം, ഉദാഹരണത്തിന് DPT, BCG വാക്സിനുകൾ നിറവേറ്റുന്നത് ഇന്ത്യയാണ്. യൂണിസെഫിന്റെ വാക്സിൻ വിതരണത്തിൽ 55 മുതൽ 60% ഇന്ത്യയുടെ സംഭാവനയാണ്. അമേരിക്കയ്ക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ USFDA, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അംഗീകൃത മരുന്ന് നിർമ്മാണ പ്ലാന്റുകൾ ഉള്ളത് ഇന്ത്യയിലാണ്. പക്ഷെ എന്നിട്ടും നിഫ്റ്റി ഫാർമ ഇൻഡെക്സിലെ പ്രമുഖ കമ്പനികൾ USFDA പരിശോധനകളുടെ കർശനമായ നിയന്ത്രണങ്ങളും ലാഭത്തിലെ ഇടിവും കാരണം വലിയ സമ്മർദ്ദത്തിലാണ്. ഒരു ഫാർമ ഓഹരി തെരഞ്ഞെടുക്കുമ്പോൾ വെറും ലാഭനഷ്ടങ്ങൾ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നിക്ഷേപം എത്രയാണെന്ന് നോക്കണം. പുതിയ മരുന്നുകൾ കണ്ടെത്താൻ കമ്പനി എത്രത്തോളം ചെലവഴിക്കുന്നു എന്നത് ഭാവി വളർച്ചയുടെ സൂചനയാണ്. റെഗുലേറ്ററി അംഗീകാരങ്ങളാണ് അടുത്തത്. USFDA പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികളുടെ അംഗീകാരങ്ങൾ ഒരു കമ്പനിയുടെ വിശ്വാസ്യതയും കയറ്റുമതി സാധ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒരേ ഒരു മരുന്നിനെ മാത്രം ആശ്രയിക്കുന്ന കമ്പനിയേക്കാൾ പലതരത്തിലുള്ള മരുന്നുകളും വാക്സിനുകളും ഉള്ള കമ്പനിയാണ് കൂടുതൽ സുരക്ഷിതം. പേറ്റന്റ് കാലാവധിയാണ് മറ്റൊരു പ്രധാന ഘടകം. കമ്പനിയുടെ പ്രധാന വരുമാന മാർഗമായ മരുന്നുകളുടെ പേറ്റന്റ് അവസാനിച്ചാൽ വരുമാനത്തിൽ ഇടിവ് സംഭവിക്കാം. അതിനാൽ പേറ്റന്റ് വിവരങ്ങൾ അറിഞ്ഞിരിക്കണം. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിക്ഷേപം നടത്തുമ്പോൾ സാധാരണ കമ്പനികളെ വിശകലനം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഒരു നിക്ഷേപം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇത് വലിയ രീതിയിൽ റെഗുലേറ്ററി നിയന്ത്രണങ്ങൾക്ക് വിധേയമായ ഒരു മേഖലയാണ്. ഒരു മികച്ച ഫാർമ ഓഹരി തിരഞ്ഞെടുക്കാൻ നിക്ഷേപകർ നിരീക്ഷിക്കേണ്ട പ്രധാന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് പരിശോധിക്കാനായി ROC, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ, ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്നിവയാണ് നോക്കേണ്ടത്. അതായത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 15 മുതൽ 20% മുകളിലാണോ എന്നും കമ്പനിയുടെ പ്രവർത്തന ലാഭ മാർജിനുകൾ എത്രത്തോളം സ്ഥിരതയുള്ളതാണ് എന്നും പരിശോധിക്കണം. കമ്പനികൾ അവരുടെ വരുമാനത്തിന്റെ എത്ര ശതമാനം ഗവേഷണത്തിനായി ചെലവാക്കുന്നു എന്ന് പരിശോധിക്കുക. ഇത് കുറവാണെങ്കിൽ കമ്പനിക്ക് ഭാവിയിൽ പുതിയ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാൻ സാധിക്കില്ല. എന്നാൽ അമിതമായ ചെലവാക്കൽ ലാഭത്തെ ബാധിക്കുമെന്നതും ശ്രദ്ധിക്കണം. 6 മുതൽ 10% വരെ തുക കൃത്യമായി ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം. കമ്പനിയുടെ പൈപ്പ് ലൈനിൽ, അതായത് ഗവേഷണത്തിലോ ക്ലിനിക്കൽ ട്രയലിലോ എത്ര മരുന്നുകൾ ഉണ്ട് എന്നതും നോക്കണം. ഇവ വിജയകരമായി പുറത്തിറങ്ങിയാൽ കമ്പനിയുടെ ഭാവി വളർച്ചയ്ക്ക് അത് വഴിയൊരുക്കും. ഫാർമ കമ്പനികളുടെ ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ് ആണ് USFDA പോലുള്ള ഏജൻസികളുടെ മുന്നറിയിപ്പ് കത്തുകൾ. ഒരു കമ്പനിയുടെ പ്ലാന്റുകൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇത് കയറ്റുമതിയെയും വരുമാനത്തെയും വലിയ രീതിയിൽ ബാധിക്കും. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ USFDA പോലുള്ള റെഗുലേറ്ററി ഏജൻസികളിൽ നിന്ന് വലിയ മുന്നറിയിപ്പുകളോ നടപടികളോ ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പാക്കുക. പ്രൊഡക്റ്റ് റീകാൾ റേറ്റ് ആണ് അടുത്തത്. ഗുണനിലവാരമില്ലാത്തതിനാൽ എത്ര മരുന്നുകൾ കമ്പനിക്ക് മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വിളിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് കമ്പനിയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന ഘടകമാണ്. റവന്യൂ മിക്സ് ആണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം. കമ്പനി ഒരൊറ്റ മരുന്നിനെയാണോ ഒരൊറ്റ മാർക്കറ്റിനെ മാത്രമാണോ ആശ്രയിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് അമേരിക്കൻ വിപണിയിലെ വിലയിടിവ് കമ്പനിയെ ബാധിക്കാതിരിക്കാൻ ഇന്ത്യയിലും മറ്റ് വികസന രാജ്യങ്ങളിലും ശക്തമായ സാന്നിധ്യം ഉണ്ടോ എന്ന് നോക്കുക. പ്രമേഹം, ഹൃദ്രോഗം തുടങ്ങിയ ക്രോണിക് രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഉണ്ടാക്കുന്ന കമ്പനികളാണോ എന്നും നോക്കാവുന്നതാണ്. ഇവർക്ക് സ്ഥിരമായ വരുമാനം ഉണ്ടാകാറുണ്ട്. അവസാനമായി ഒരു നിക്ഷേപകൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കമ്പനിയുടെ സ്ഥിരതയാണ്. അതായത് ഏതെങ്കിലും ഒരു പാദത്തിലെ അപ്രതീക്ഷിത ലാഭത്തേക്കാൾ ഉപരിയായി തുടർച്ചയായി പാദങ്ങളിൽ മുടങ്ങാതെ ലാഭവളർച്ച രേഖപ്പെടുത്തുന്ന കമ്പനികളെ വേണം ദീർഘകാല നിക്ഷേപത്തിനായി പരിഗണിക്കാൻ. ഇനി ഈ മേഖലയിലെ കമ്പനിയെ പരിചയപ്പെടാം. 1979 സ്ഥാപിതമായ അജന്ത ഫാർമയെ കുറിച്ചാണ് പറയുന്നത്. പ്രധാനമായും സ്പെഷ്യാലിറ്റി ഫാർമസ്യൂട്ടിക്കൽ ക്വാളിറ്റി ഫിനിഷ്ഡ് ഡോസേജുകളുടെ വികസനം, നിർമ്മാണം, വിപണനം എന്നിവയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. 36,000
1855 കോടി രൂപ വിപണി മൂല്യമുള്ള ഈ കമ്പനി കാർഡിയോളജി, ഒഫ്താൽമോളജി, ഡെർമറ്റോളജി, പെയിൻ മാനേജ്മെന്റ് എന്നീ 4 ചികിത്സാ മേഖലകളിലും വിപണിയിൽ ആദ്യം എത്തുന്നതും പ്രത്യേക സ്വഭാവമുള്ളതുമായ മരുന്നുകളിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിലവിൽ കമ്പനിയുടെ ROC 32%. ഇത് വ്യവസായ ശരാശരിയായ 15%-നും ഇരട്ടിയിലാണ്. കമ്പനിയുടെ കഴിഞ്ഞ 5 വർഷത്തെ ശരാശരി ROCയും ശ്രദ്ധേയമായ 30%. കൂടാതെ വ്യവസായ ശരാശരി 0.1% മാത്രമുള്ളപ്പോൾ അജന്തയുടെ നിലവിലെ ഡിവിഡൻഡ് ഈൽഡ് 1%-തോട് അടുത്ത് നിൽക്കുന്നുണ്ട്. 2020-25 സാമ്പത്തിക വർഷങ്ങൾക്കിടയിൽ കമ്പനിയുടെ വിറ്റുവരവ് 2588 കോടി രൂപയിൽ നിന്ന് 4648 കോടി രൂപ ഉയർന്നിട്ടുണ്ട്. 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 3 പാദങ്ങളിൽ മാത്രം 4000 കോടി രൂപയിലധികം വിറ്റുവരവ് കമ്പനി ഇതിനകം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇതേ കാലയളവിൽ എബിഡ 2020-ലെ 683 കോടി രൂപയിൽ നിന്ന് 2025-ൽ 1269 കോടി രൂപയെ വർദ്ധിച്ചിട്ടുണ്ട്. 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 3 പാദങ്ങളിൽ 1061 കോടി രൂപയുടെ എബിഡ കമ്പനി നേടിയിട്ടുണ്ട്. അറ്റാദായം പരിശോധിച്ചാൽ 2020-ലെ 468 കോടി രൂപയിൽ നിന്ന് 2025-ൽ 920 കോടി രൂപയിലേക്ക് 14%-ന്റെ സംയുക്ത വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ നിക്ഷേപകരുടെ ശ്രദ്ധ ആകർഷിച്ച പ്രധാന കാര്യം 2024 ഡിസംബറും 2025 ഡിസംബറും തമ്മിലുള്ള കാലയളവിൽ കമ്പനി കൈവരിച്ച പാദാനുപാത വളർച്ചയാണ്. അമേരിക്കൻ ജനറിക് വിപണിയിൽ ഉണ്ടായ ഇരട്ട അക്ക വളർച്ചയും മികച്ച ഉൽപ്പന്നങ്ങളുടെ മിശ്രണത്തിലൂടെയും ഗ്രോസ് മാർജിൻ 79%-മായി വർദ്ധിപ്പിക്കാൻ സാധിച്ചത് കമ്പനിക്ക് മികച്ച ലാഭ വളർച്ച നൽകിയിട്ടുണ്ട്. ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്കും ജീവനക്കാർക്കുമുള്ള ചെലവുകൾ വർദ്ധിപ്പിച്ചിട്ടും അച്ചടക്കത്തോടെയുള്ള പ്രവർത്തന മികവിലൂടെ അത് മറികടക്കാനും ഇന്ത്യയിലെ ക്രോണിക് തെറാപ്പി വിഭാഗത്തിൽ ശക്തമായ പ്രകടനം കാഴ്ചവെക്കാനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഏഷ്യൻ വിപണികളിൽ മരുന്നുകൾ അയക്കുന്നതിൽ ചെറിയ കാലതാമസം ഉണ്ടായെങ്കിലും മത്സര സാധ്യത കുറഞ്ഞ മരുന്നുകൾ പുറത്തിറക്കിയതും സ്പെഷ്യലൈസ്ഡ് ആഭ്യന്തര ബ്രാൻഡുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചും അജന്ത മികച്ച അറ്റാദായം നിലനിർത്തി. 2021 മാർച്ച് മാസത്തിൽ ഏകദേശം 1220 രൂപയുണ്ടായിരുന്ന അജന്ത ഫാർമയുടെ ഓഹരി വില 3081 രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട്. ഇന്ന് 52 ആഴ്ചയിൽ ഉയർന്ന നിലയിലേക്ക് ഓഹരി എത്തിയിരുന്നു. അതായത് 5 വർഷത്തിനുള്ളിൽ 140%-ലധികം വർധനവ് രേഖപ്പെടുത്തി. അജന്ത ഫാർമയുടെ ഈ വളർച്ചാ ചരിത്രം നിക്ഷേപകർക്ക് നൽകുന്ന പ്രധാന പാഠം സ്ഥിരതയാണ്. വലിയ ചാഞ്ചാട്ടങ്ങൾക്കിടയിലും തങ്ങളുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന കമ്പനികളെയാണ് ദീർഘകാല നിക്ഷേപകർ തേടേണ്ടത്.